നമ്മളിത് ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈച്ചയും പല്ലിയൊക്കെ തുരത്താനുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈഗർ ബാമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഒരു 1/2 സ്പൂൺ അളവിൽ ടൈഗർ ബാം എടുക്കാം. അത് സ്വല്പം മാത്രം മതി കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ടൈഗർ ബാം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കുന്ന പാത്രം എടുക്കരുത്, കാരണം ഈ ഒരു മണം ഭയങ്കര പാടാണ് പോകാനും. അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ടൈഗർ ബാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മണമാണ്. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഹാൻഡ് വാഷ്, അതേപോലെ കർപ്പൂരം, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് കലക്കുമ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ എന്തുണ്ടായാലും ഓടിപ്പോവും, അത്ര ഒരു സ്മെല്ലാണ് ഇതിന്. ഇതിപ്പോൾ ഒന്ന് അലിഞ്ഞ് വരും കേട്ടോ. വെള്ളത്തിനകത്ത് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേന് പെട്ടെന്ന് അലിഞ്ഞ് വരും. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞതിന്, ചെറിയ ചൂടുവെള്ളമായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല്ലി വരുന്ന കബോർഡ്, പല്ലി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആണല്ലോ ഈ ഫ്ലവർ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രെയിം, ഫോട്ടോയുടെയൊക്കെ ഫ്രെയിം, ക്ലോക്ക്, ട്യൂബ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിനകത്തോട്ട് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിഞ്ഞ് കിട്ടും. കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനവും വരില്ല, ചിലന്തി പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുക്കാം. അപ്പം ആ ടൈഗർ ബാം ഒക്കെ അതിനകത്തോട്ടൊന്ന് കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 or 2 കർപ്പൂരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഏത് സൊല്യൂഷൻ ഉണ്ടാക്കിയാലും അളവ് കുറയാൻ പാടില്ല, കൂടിയാൽ പ്രശ്നവുമില്ല. കൂടുന്നത് നല്ലതാണ്, കുറയാൻ പാടില്ല. അന്നേരം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കർപ്പൂരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല ടിപ്പും ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ല, അത്രയ്ക്ക് ശല്യമൊന്നും ഇല്ല. പല്ലിയുടെ ആണെങ്കിലും എലിയുടെ ആണെങ്കിലും പല ടിപ്പുകൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിലങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചെടുത്തിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഉള്ളവർ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുവെള്ളമായിട്ടുണ്ട്, നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, അലർജി ഉള്ളവർക്കാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതേപോലെ ഒരു ബൗളിനകത്ത് വെച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേനും ഒട്ടും പുറത്ത് പോകാതെ നമുക്കത് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു മണമുണ്ട് കേട്ടോ കിച്ചണിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടും. കിട്ടിയ ഓരോ ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.